തമിഴ് മലയാളം, തമിഴ് മലയാളം, തമിഴ് മലയാളം. ചേട്ടാ, ഓ, അവർ രണ്ടുപേരും കൂടെ ആ റൂമിലിരുന്ന് എഴുത്തോടെടുത്ത് ഇങ്ങനെ തമ്മിൽ ലെറ്റർ കൊടുത്തോണ്ടിരുന്നാലേ അവർക്ക് വേൾഡ് റെക്കോർഡ് കിട്ടും. ഒരു ദിവസം കൊണ്ട് എത്ര കത്ത് എഴുതിയേക്കുന്നത്. എത്ര കത്ത് എഴുതിട്ട് എന്ത് കാര്യം മക്കളെ. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഉദ്ദേശിച്ചതല്ലല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുന്നത്. അമ്മായിയോടെ അമ്മായി പറയുക ഇത് വിഷയമാവും, ഞാൻ ഈ പരിപാടിക്ക് ഒന്നും ഇല്ലെന്ന്. ആഹാ, അത് കൊള്ളാല്ലേ. അമ്മായി ഊരിയല്ലേ? 1 2 3 4 5 6 7 8. டே கேசோ, இந்த கத்து அம்மாக்கு கொடு, நல்லா படிச்சு கொடு. ഓ, നിഷേ പെട്ടിയും കിടക്കെ എടുത്തോണ്ട് പോവും മധുരയ്ക്ക്. ദൈവത്തിനറിയാം. വായിക്കേട്ടാ, പിന്നെ വായിക്കാൻ പറഞ്ഞ തമിഴ് വിദ്വാനല്ലേ ഞാൻ ഇനി അമ്മയെ ശല്യപ്പെടുത്തില്ല. രാവിലത്തെ ട്രെയിനിൽ പൊക്കോളാം. അമ്മയ്ക്ക് സ്നേഹമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ദൈവമേ, ഞാൻ ഒരിക്കലും കേരളത്തിൽ ഇനി വരില്ല. അമ്മ എനിക്ക് തന്ന് സഹായിച്ച പൈസയെല്ലാം നാട്ടിൽ ചെന്ന് ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു തരാം. മയ്യേ, ഇത് അമ്മൂമ്മയെ വായിച്ച് കേൾപ്പിച്ചാ അറിയാലോ. പാവോടാ. പാവമൊക്കെ തന്നെ. നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും കട്ടക്ക് ഇതെന്റെ അവസാനത്തെ എഴുത്താ. അതെന്തോ അടി. ആ, അമ്മൂമ്മ ഉദ്ദേശിച്ചത് കനകാന്റിക്കുള്ള അവസാനത്തെ കത്തെന്നല്ലേ? അതെ. വായിച്ചു കൊടുക്ക്. വായിക്കേട്ടാ. ഇതിലെന്തോ എഴുതി പിടിപ്പിക്കാൻ നോക്കട്ടെ. ഇനി എനിക്കിങ്ങനൊരു മോളില്ല. നീ എൻ്റെ ആരുമല്ല. ഇപ്പം നിന്റെ അടുത്തുള്ള സ്നേഹമെല്ലാം പോയി. ഞാൻ മിക്കവാറും പടവലത്ത് ചെന്ന് നിൽക്കും. എന്നെ നോക്കാൻ ഉമേഷിന്റെ ഭാര്യ വന്ന് നിൽക്കും. നിന്നിൽ ഞാൻ പ്രതീക്ഷ അർപ്പിച്ചു. എനിക്ക് തെറ്റുപറ്റി. 3 കുത്ത്. എല്ലാം കഴിഞ്ഞു. 3 കുത്ത്. ഭവാനി. ഒരു മിനിറ്റ്, വേറെന്തോ ഒരു ചൊറിഞ്ഞ് ഇതിൽ എഴുതിയിട്ടുണ്ട്. ചോനറത്തല ഭവാനിയാ. സംഭവം സീരിയസ് ആവണം. ഉള്ളതുപോലെ അങ്ങ് വായിക്കാടാ. ഇനി ഇതേപോലെ ഞാൻ വായിച്ചു കഴിഞ്ഞാൽ അടിച്ചു പിരിച്ച് 2 പേര് 2 സ്ഥലത്തും ഇരിക്കും. കാര്യം പറയടാ. ഇത് കാര്യം പറഞ്ഞാലൊന്നും ശരിയാവൂല. നേരെ ഉൾട്ടടിച്ച് വായിക്കാം. ആറോ, ഫോളോ മീ. അവിടെ വന്നിട്ട് കഴിഞ്ഞാൽ ഞാൻ ഒന്നും പറയല്ലേ, കേട്ടല്ലേ? കൂടെ നിന്നോണം. അപ്പൊ ഞാൻ വരണ്ടേ? അമ്മായി വരണ്ട, പൊളി. ഞാനിവിടെ വന്നോട്ടാ. ചേടാ, ആ പിന്നെ വാ, മിണ്ടരുത്. അമ്മൂമ്മ വരുന്നുണ്ടോ? കനാൻഡി, അമ്മൂമ്മ കത്തുകൊണ്ടും തന്ന് വായിച്ചേപ്പിക്കട്ടാ. വേണ്ട, എനിക്ക് കേൾക്കണമെന്നില്ല. അങ്ങനെ പറയല്ലേ, കേട്ടേ പറ്റുള്ളൂ. ആ, എൻ്റെ പ്രിയപ്പെട്ട കനകമോൾക്ക്. മോളെ, ദേഷ്യം വന്ന് പലതും എഴുതിപ്പോയി. നിനക്കെന്നോട് സ്നേഹമില്ലേ? ഇല്ലേ? നീ ഇല്ലെങ്കിൽ പിന്നെ ഞാനില്ല. എൻ്റെ മകളെപ്പോലെയാണ് നിന്നെ ഞാൻ കണ്ടത്. ഓ, എൻ്റെ മകളാണ് നീ. നിനക്ക് വേണ്ടി
ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ത്യജിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയൂ. പക്ഷേ ഒരു മകളോട് അമ്മ ഒരിക്കലും അതൊന്നും പറയില്ല. മോളെ, നിനക്ക് വേണ്ടെങ്കിലും നിന്നെ എനിക്ക് വേണം. അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. അമ്മ ഇത്ര ഓവറാക്കി തെളവാക്കില്ല. എന്തായാലും എൻ്റെ മോളോടുള്ള സ്നേഹം എനിക്ക് ഇങ്ങനെയെങ്കിലും പറയാൻ കഴിഞ്ഞല്ലോ എന്ന് പ്രിയപ്പെട്ട ഭവാനി അമ്മ, കനകത്തിന്റെ സ്വന്തം അമ്മ. கேசு ഓ இப்படியே அம்மா எழுதியிருக்காங்க. ഇല്ലേ? ஐயோ பாவம்மா.